അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഏറ്റവും ആദരണീയരായ സയ്യിദ് ജലാലുദ്ദീൻ ജിലാനി തങ്ങളവർകൾ, ബഹുമാന്യരായ നാസർ ഹാജി ഉൾപ്പെടെയുള്ള പ്രാസ്ഥാനിക നേതാക്കൾ, ഈ സമാപന വേദിയിൽ ഒരുമിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട പ്രതിഭകൾ ഉൾപ്പെടെ ശ്രോതാക്കളും പ്രവർത്തകരും, വൈലത്തൂർ ഡിവിഷൻ സാഹിത്യോത്സവിൻ്റെ സമാപന സംഗമത്തിലാണ് നമ്മൾ ഒരുമിച്ചിരിക്കുന്നത്. വളരെയേറെ 2 ദിനങ്ങളിൽ പ്രതിഭാത്യം തെളിയിച്ചതിൻ്റെ പ്രതിഫലനം എന്തായിരിക്കുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ സമയത്ത് കൂടുതൽ സംസാരിക്കുന്നില്ല. നമുക്കറിയാം, ഒരു വ്യക്തിയുടെ സാധ്യതകളെക്കുറിച്ചാണ് 33ാമത് വൈലത്തൂർ ഡിവിഷൻ സാഹിത്യോത്സവം മുന്നോട്ട് വെച്ച പാശ്ചാത്തല ആശയം ചർച്ച ചെയ്തിട്ടുള്ളത്. ഓരോ മനുഷ്യനും അനന്തമായ സാധ്യതകളുണ്ട് എന്നതിൻ്റെ അടയാളമായി അവൻ്റെ കൈമുദ്രയെ അടയാളപ്പെടുത്തിക്കൊണ്ട് ലോകത്തെ മുഴുവൻ മനുഷ്യരുടെയും, ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരും നേരത്തെ ജീവിച്ചവരും ഇനി ജീവിച്ചാൻ ഇരിക്കുന്നവർക്കുമൊക്കെ അവരുടെ മുഖവും അതുപോലെ തന്നെ അവരുടെ വിരൽത്തുമ്പുകളുമൊക്കെ വ്യത്യസ്തമാണ് എന്നത് തന്നെയാണ്. ഓരോ മനുഷ്യനും വിവിധ സാധ്യതകൾ, വ്യത്യസ്തമായ സാധ്യതകൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്നതിൻ്റെ പ്രധാന കാരണം. സ്വാഭാവികമായിട്ടും നമ്മൾ ജനിച്ചു വീഴുമ്പോൾ ഒരു വ്യവസ്ഥിതിയിലേക്കാണ് നമ്മൾ ജനിച്ചു വീഴുക. ആ വ്യവസ്ഥിതി തരുന്ന ഒരു സിലബസ് ഉണ്ടാകും. ആ സിലബസിനകത്ത് നിന്ന് പുറത്തു കടക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അവിടെയാണ് നമ്മുടെ വിജയം. സ്വാഭാവികമായും ആ വ്യവസ്ഥിതി തരുന്ന ചില അറിവുകളുണ്ട്. അത് ആ വ്യവസ്ഥിതിയിൽ നിന്ന് ലഭ്യമാകുന്ന അറിവുകളാണ്. ആ അറിവിനെ കൂടുതൽ അന്വേഷണാത്മകമായ പഠനങ്ങളിലൂടെ ഏറ്റവും മികച്ച ശരിയിലേക്ക്, ഏറ്റവും മികച്ച നേരിൻ്റെ തലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിയുക എന്നതാണ് ഒരു വിദ്യാർത്ഥിയുടെ ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത്. നമ്മുടെ സിലബസിന് പുറത്ത് കടക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ താല്പര്യം പുതിയതെന്തൊക്കെയോ പഠിക്കുക എന്ന് മാത്രമല്ല. പുതിയത് പഠിക്കുന്നതിന് പകരം നമ്മൾ പഠിച്ചു വെച്ചതിൻ്റെ പുതിയ തലങ്ങളെ തേടിപ്പോകുക എന്നതും കൂടെ അതിൻ്റെ അർത്ഥമാണ്. സിലബസിന് പുറത്ത് കിടക്കുക എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം. ഔട്ട് ഓഫ് സിലബസ് നമ്മളെപ്പോഴും പറയുന്നതാണ്. പാഠപുസ്തകങ്ങൾക്കപ്പുറത്ത് നമുക്ക് കുറെ പഠിക്കാനുണ്ട് എന്ന് നമ്മൾ പറയുന്നതാണ്. ഈ പ്രകൃതി ഒരുപാട് അത്ഭുതങ്ങൾ കാണിക്കാറുണ്ട്. ആ അത്ഭുതങ്ങൾ മുഴുവൻ നമ്മുടെ സിലബസുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പൊ മരണവും ഏകാന്തതയും ദുഃഖവും വിരഹവും ഒക്കെ പാഠപുസ്തകത്തിന് അപ്പുറത്തുള്ള കാര്യമാണ്. ഒരു പാഠപുസ്തകവും നമ്മൾ ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ പാഠപുസ്തകങ്ങളെ മാറ്റിവെച്ചുകൊണ്ട്, പാഠശാലകളെ മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു തലമാണ് ഔട്ട് ഓഫ് സിലബസ് എന്ന് നമ്മൾ ധരിക്കുന്നുവെങ്കിൽ അതും തെറ്റാണ്. പാഠശാലകളിൽ ഇരുന്നു കൊണ്ട്, പാഠപുസ്തകങ്ങൾ തുറന്നു വെച്ചുകൊണ്ട്, തുറന്ന ഹൃദയവുമായിട്ട് വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുക എന്നത് തന്നെയാണ് ഔട്ട് ഓഫ് സിലബസ് കൊണ്ട് നമ്മൾ ലക്ഷ്യമാക്കുക. നമ്മുടെ സഹജീവിയിലേക്ക്, നമ്മുടെ പാഠശാലയുടെ മതിലുകൾക്കും പുസ്തകങ്ങളുടെ ചട്ടകൾക്കും അപ്പുറത്ത് നമ്മുടെ ഒരു സഹപാഠി ഉണ്ടാകാം. ആ സഹപാഠിയുടെ മുഖത്തിന്റെ ആ ഒരു വാട്ടം, ആ മുഖത്തിന്റെ ആ ഒരു വാട്ടം കണ്ടുകൊണ്ട് അതിൻ്റെ ഉൾവേവ് എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നിടത്താണ് നമ്മളിലെ ജ്ഞാനി രൂപപ്പെടുക. അവൻ്റെ വേദനയെയും ദുഃഖത്തെയും അവൻ്റെ പ്രയാസത്തെയും പ്രശ്നത്തെയും അവൻ തുറന്നു പറയാതെ അവൻ്റെ മുഖഭാവത്തിൽ നിന്ന് അത് ഉൾക്കൊള്ളാനുള്ള, അതിൻ്റെ ഉള്ളിൻ്റെ വേവ് അറിയാനുള്ള, ആ ചൂടറിയാനുള്ള ഒരു ശേഷി കൈവരിക്കുക എന്നതാണ് നമ്മളുടെ വ്യവസ്ഥക്കപ്പുറത്തുള്ള പഠനങ്ങളിലേക്ക് കടന്നു പോകണം എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം. നമുക്കറിയാം, റയാൻ റൽജാക്ക് എന്ന് പറയുന്ന ഒരു ചെറിയ കുട്ടി, ഹൈസ്കൂൾ തലത്തിൽ പഠിക്കുന്ന ഒരു കുട്ടി, അങ്ങനെ റയാൻ അവന്റെ പാഠപുസ്തകത്തിലെ ഒരു പാഠം പഠിക്കുന്നുണ്ട്. ആഫ്രിക്കയിലെ കുട്ടികൾ മലിനജലം കുടിക്കുന്നു എന്നതാണ് ആ പാഠഭാഗത്തിലെ പ്രധാന കണ്ടന്റ്.
ഇത് പഠിച്ച ഒരു കുട്ടി അവന്റെ പാഠപുസ്തകത്തിനപ്പുറത്തേക്ക് കടന്നുപോയതാണ് ഇന്ന് റയാൻ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ കുടിവെള്ള വിതരണ സംവിധാനം എന്ന് പറയുന്നത്. ഒരു കുട്ടിയുടെ ഉള്ളിൽ വല്ലാതെ നൊന്തുപോയി. ആഫ്രിക്കയിൽ എനിക്ക് സമാനമായ മക്കൾ ഇങ്ങനെ ചെളിവെള്ളം കുടിക്കുന്നു, മലിജലം കുടിക്കുന്നു എന്നവൻ അറിഞ്ഞപ്പോൾ അവൻ അന്ന് മുതൽ വീട്ടിൽ ചെന്നിട്ട് അച്ഛനോടും അമ്മനോടും പറയാണ്, ഞാൻ ഇന്നു മുതൽ ഇവിടുത്തെ പാത്രങ്ങൾ ഞാൻ കഴുകിക്കോളാം, പക്ഷെ എനിക്കത് ചെറിയ തുണ്ടെന്തെങ്കിലും അതിനെ നിങ്ങൾ ഫലമായി തരണം. അങ്ങനെ മകൻ ദിവസവും വന്ന് സ്കൂളിൽ വന്നിട്ട് ആ പാത്രങ്ങളൊക്കെ കഴുകി കൊടുത്തിട്ട് അതിന് ചെറിയ തുണ്ടുകൾ വാങ്ങി അവന്റെ ഒരു പണസഞ്ചിയിൽ നിക്ഷേപിക്കും. അങ്ങനെ അത് നിറഞ്ഞ സമയം അവൻ ആഫ്രിക്കയിലുള്ള മെയിൽ വഴി ടീച്ചറുടെ സഹായത്തോടു കൂടി ആ പണത്തിന്റെ വിവരം അവരെ അറിയിക്കുകയും അതിനെ തുടർന്ന് കൂടുതൽ പണം സമ്പാദിക്കുകയും വലിയൊരു മൂവ്മെന്റിലേക്ക് റയാൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ജലവിതരണ ശുദ്ധജല വിതരണ സംവിധാനത്തെ വളരെ വ്യവസ്ഥാപിത ആയിരക്കണക്കിന് കിണറുകളാണ് ഈ കുട്ടിയുടെ നേതൃത്വത്തിൽ ഇന്ന് ആഫ്രിക്കയിൽ നിർമ്മിച്ചതെങ്കിൽ അത് വലിയ മൂവ്മെന്റ് ആണ്. അങ്ങനെ വ്യവസ്ഥക്കപ്പുറത്ത് കടന്നുകൊണ്ട്, പാഠപുസ്തകത്തിനപ്പുറത്ത് കടന്നുകൊണ്ട് സഹജീവിയുടെ ദുഃഖവും വേദനയും ഒക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ കഴിയുക എന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദൗത്യമായി മാറണം. അല്ലാതെ മാർക്ക് നേടാനുള്ള മനുഷ്യരായി നമ്മൾ ചുരുങ്ങിപ്പോകരുത്. മാർക്ക് നേടാനുള്ള മനുഷ്യരാകുമ്പോൾ നമ്മൾ വല്ലാതെ ചുരുങ്ങിപ്പോകും. സ്വാഭാവികമായിട്ടും ഈ പരീക്ഷാ ഹാളിന്റെ കൃത്യതയ്ക്ക് വേണ്ടിയിട്ട്, അവിടുത്തെ സ്ട്രിക്റ്റിന് വേണ്ടിയിട്ട് നമ്മുടെ സഹജമായ സർഗാത്മകതയെയും കാവ്യാത്മകതയും ഒക്കെ നമ്മളിങ്ങനെ ബലി കഴിക്കേണ്ടി വരും. അത് നമ്മുടെ സിലബസ് നൽകുന്ന ഒരു പ്രശ്നമായി തന്നെ നമുക്ക് വിലയിരുത്താവുന്ന ഒരു കാര്യമാണ്. നമ്മളവിടെ ചുരുങ്ങിപ്പോകുന്നുണ്ട്, നമ്മളവിടെ ചുരുങ്ങിപ്പോവുകയാണ്. ആ ചുരുങ്ങലുണ്ടാകാൻ ഒരു കാരണവശാലും സമ്മതിക്കരുത്. പുതിയ പുതിയ വിവരങ്ങളിലേക്കും പുതിയ മാതൃകകളിലേക്കും, ഇവിടെയുള്ള മാതൃകകളെ അനുകരിക്കുക എന്നല്ല ഇവിടെ ഇരിക്കുന്ന ഓരോ വിദ്യാർത്ഥിയുടെയും ദൗത്യം. നിലവിലുള്ള മാതൃകകളെ അനുകരിച്ച് ജീവിക്കാനല്ല നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. പുതിയ മാതൃകകൾ സൃഷ്ടിക്കുക, പുതിയ മാതൃകകൾ സൃഷ്ടിക്കുക. അങ്ങനെ പുതിയ മാതൃകകൾ സൃഷ്ടിക്കാൻ നമുക്ക് ഒരുപാട് സാധ്യതകൾ ഈ ലോകം നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ചിട്ടുണ്ട്. ആ തുറന്നു വെക്കപ്പെട്ട വാതായനങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ആ സാധ്യതകളെ വിപ്ലവങ്ങളാക്കി രൂപപ്പെടുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ജയകുമാർ ഒരിക്കൽ പറയുന്നുണ്ട്, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഭയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് എന്നാണ്. സത്യത്തിൽ പുതിയ വിദ്യാഭ്യാസം തോൽവിയിൽ നിന്നുള്ള ഭയമാണ് സമ്മാനിക്കുന്നത്. തോൽവിയെക്കുറിച്ചുള്ള ഭയമാണ് പുതിയ സിലബസും വിദ്യാഭ്യാസവും സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത്. പരീക്ഷാ പേപ്പറുകളിലെ തെറ്റും ശരിയുമൊക്കെ പേടിച്ച് ജീവിക്കുന്ന ഒരു വിദ്യാർത്ഥി കാലമായി പരിമിതപ്പെടുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യത്തെ കൈവരിക്കുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. പരീക്ഷാ പേപ്പറിലെ തെറ്റും ശരികൾക്കും അപ്പുറം അനന്തമായ മനുഷ്യത്വത്തിന്റെ വലിയൊരു ആകാശം നമുക്ക് ചുറ്റുമുണ്ട്. അതിനെ നമ്മൾ കാണാതെ പോകുന്നുണ്ട്. ഗ്രെറ്റ തുൻബെർഗ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിനി, നമുക്കറിയാം, ഗസ മുനമ്പിൽ ചോരയും ഇരുട്ടും പടർന്ന പാവപ്പെട്ട പിഞ്ചുമക്കൾ ഈ നരാധനന്മാരുടെ കിരാതങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ചുട്ട് ചാമ്പലാകുമ്പോൾ ഗ്രെറ്റ തുൻബെർഗ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് ഇവിടെ സ്വസ്ഥമായി നിൽക്കാൻ, പഠിക്കാൻ അവളെ അനുവദിക്കാതിരിക്കുന്ന ഒരു പാഠപുസ്തകത്തിന്റെ അപ്പുറത്തെ ഒരു മനുഷ്യത്വ സവിശേഷതയുണ്ട്. അങ്ങനെയാണ് ഫ്രീഡം ഫ്ലോട്ടില്ല എന്ന് പറയുന്ന ചില ബോട്ടുകൾ ഇവിടെ നിന്ന് പാലസ്തീൻ ലക്ഷ്യമാക്കി നീങ്ങിയത്. ഗ്രെറ്റ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവളുടെ ചിന്ത മൊത്തം അവളുടെ പരിസ്ഥിതിയെക്കുറിച്ചാണ്. പരിസ്ഥിതിയിലെ പരിതാപകരമായ മനുഷ്യന്റെ ഇടപെടലുകളെ കുറിച്ച് അസ്വസ്ഥയായിക്കൊണ്ടാണ് ഈ ക്ലാസ് റൂമുകളിൽ അവൾ പഠിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിനപ്പുറത്ത് കുറെ കാര്യങ്ങൾ നിർമ്മിക്കാനുണ്ട് എന്ന ബോധ്യത്തിലേക്ക് നമ്മൾ കടന്നു പോകണം. ഇപ്പൊ നമ്മുടെ നാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം കൃത്യമായിട്ട് നമുക്കറിയാം. എത്രയോ സമരങ്ങൾ, എത്രയോ ഒച്ചകൾ ഒന്നിച്ചുയരേണ്ട സന്ദർഭമാണ് നമ്മുടെ നാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എത്ര ഒച്ചകൾ ഉയരുന്നു എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. പണി തീരാതെ പണപ്പിരിവ് നടത്തുന്ന നമ്മുടെ ഈ ഹൈവേകളിൽ എത്ര നിസ്സാരമായിട്ടാണ് നമ്മൾ അതിലൂടെ കടന്നു പോകുന്നത്. ആരും ഒച്ച വെക്കാനില്ല. കഴിഞ്ഞ ദിവസം വലിയൊരു വിധി ഹൈക്കോടതിയുടെ വന്നു. റോട്ടിലൂടെ നടക്കാനുള്ള അവകാശം അത് നമുക്ക് ഓരോരുത്തരുടെയും അവകാശമാണ്. വാഹനങ്ങളെക്കാൾ റോട്ടിൽ പ്രാധാന്യം നടന്നു പോകുന്ന മനുഷ്യനാണ് എന്ന ഒരു വിധി കഴിഞ്ഞ ദിവസം, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഹൈക്കോടതി ഇത് പുറത്തുവിട്ടത്. ഒരു കുട്ടി യാത്രയിലോ നടക്കുമ്പോൾ വാഹനം തട്ടി മരിച്ചതിന്റെ തുടർന്ന് നടന്ന ഒരു കേസിന്റെ വിധിയായിട്ടാണ് ആ വിധി വന്നതെങ്കിൽ അത് നടപ്പിലാക്കാൻ എത്ര പേരുണ്ട്? ഒരു ശല്യമാണ് കാൽനടയാത്രക്കാരൻ, വാഹനക്കാരൻ ഒരു ശല്യമായി മാറിയ ഒരു കാലത്ത്. കാൽനടക്കാരന്റെ അവകാശമാണ് ആ വാഹനം അയാൾ നടന്നു പോകുന്നത് വരെ കാത്തിരിക്കുക എന്നത്.
അത് നടപ്പിലാക്കാൻ ഇന്ന് ആർക്കാണ് അവസരമുള്ളത്, സമയമുള്ളത്? അങ്ങനെ നിരന്തരമായി ഒച്ചകൾ ഉയരേണ്ട നീതിയെയും നിയമത്തെയും ഇവിടെ തൃണവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നാം വിധേയപ്പെട്ട യന്ത്രങ്ങളായി മാറരുത്. ഈ സിലബസുകൾക്ക് ഒരു പ്രത്യേക താല്പര്യമുണ്ട്. സിലബസുകൾ ഇവിടെ ഒരു ജ്ഞാനദാഹിയുടെ ദാഹം തീർക്കാനുള്ള ഒന്നായിക്കൊള്ളണമെന്നില്ല. ഇത് ഭരണകൂടത്തിന്റെയും വ്യവസ്ഥതയുടെയും ഇംഗിതങ്ങൾക്ക് വിധേയപ്പെടുന്ന, ഒരു വിധേയത്വമുള്ളവനെ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ഫാക്ടറിയായി ഇവിടുത്തെ വിദ്യാഭ്യാസത്തെയും ഇവിടുത്തെ സിലബസിനെയും ഭരണകൂടങ്ങൾ കാണും. അവരുടെ അധികാര തന്ത്രത്തിന്റെ ഭാഗമാണ് സിലബസുകൾ അവർ രൂപമാറ്റം ചെയ്യുന്നത്. നമുക്കറിയാം, പുതിയ സാഹചര്യം എന്ന് പറഞ്ഞത് പുതിയ തലമുറയുടെ ചിന്തയും അവരുടെ വ്യവസ്ഥിതിയും ബോധ്യവുമൊക്കെ ആര് നിയന്ത്രിക്കണം എന്നതിനെക്കുറിച്ചുള്ള ഒരു കൾച്ചറൽ പൊളിറ്റിക്സ് നമ്മുടെ മുമ്പിലുണ്ട്. ഒരു സാംസ്കാരിക രാഷ്ട്രീയം നമ്മുടെ മുമ്പിലുണ്ട്. ആ സാംസ്കാരിക രാഷ്ട്രീയം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ കേരളത്തിലുടനീളം ഈ സാംസ്കാരിക ഇവന്റുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സത്യത്തിൽ ഇവിടെയുള്ള ഒരു ഭരണകൂടത്തിന് വിധേയത്വമുള്ള കുറെ മനുഷ്യരെ ഉൽപ്പാദിപ്പിക്കാനുള്ള ഫാക്ടറി അല്ല. മനുഷ്യനെ കൂടുതൽ സ്വതന്ത്രമാക്കുന്ന ഒരു പ്രക്രിയയാണ് വിദ്യാഭ്യാസം. പക്ഷെ ആ വിദ്യാഭ്യാസത്തെ ഒരച്ചിൽ വാർത്തെടുക്കുന്ന രീതിയിലേക്കാണ് PM ശ്രീ പോലെയുള്ള ചില നയങ്ങൾ കേരളത്തിലടക്കം രൂപീകരിക്കാൻ പോകുന്നത്. അതിന്റെ അപകടങ്ങൾ കൃത്യമായി ഓരോ വിദ്യാർത്ഥിയും തിരിച്ചറിഞ്ഞിരിക്കണം. ഓരോ വിദ്യാർത്ഥിയും പ്രാദേശികമായ ചരിത്രത്തെയും പ്രാദേശികമായ സംസ്കാരത്തെയും മാറ്റി നിർത്തിക്കൊണ്ട് ഡൽഹിയിൽ നിന്ന് രൂപപ്പെടുത്തുന്ന ഒരു പാഠ്യപദ്ധതി, സാംസ്കാരിക സമ്പന്നമായ സാംസ്കാരിക പ്രബുദ്ധതയുള്ള കേരളത്തിൽ എങ്ങനെയാണ് നടക്കുക? കേരളത്തിൽ എങ്ങനെയാണ് അങ്ങനെയൊരു ഡൽഹിയിൽ നിന്ന് രൂപപ്പെടുത്തുന്ന ഒരു പാഠ്യപദ്ധതിയെ ഉൾക്കൊള്ളാൻ കഴിയുക? അതിനെയാണ് നമ്മൾ രൂക്ഷമായ ഭാഷയിൽ, രൂക്ഷമായ ഭാവത്തിൽ അതിനെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. വെച്ച് നീട്ടുന്ന ഒരു വലിയ കാര്യമെന്ന് പറയുന്നത് സ്മാർട്ട് സ്കൂളുകൾ നമ്മുടെ സ്കൂളുകൾക്ക് നൽകും എന്നതാണ് അതിലെ വലിയ വ്യവസ്ഥ. അതിന്റെ പിന്നിലും ഒരു ചതിയുണ്ട്. ഇവിടുത്തെ ഈ സ്മാർട്ട് സ്കൂൾ എന്ന് പറയുന്നത് സാങ്കേതിക വിദ്യയെ വിൽപ്പനയാക്കുന്നതിന്റെ ഒരു അജണ്ട കൂടെയാണത്. ഇവിടെ കുത്തകൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാനും അതിനുള്ള ഒരു മാർഗമായിക്കൊണ്ട് ഇവിടുത്തെ വിദ്യാർത്ഥികളെ അവരുടെ ഉപഭോക്താക്കളാക്കി മാറ്റുന്ന ഒരു അജണ്ട കൂടെ അതിന്റെ പിന്നിൽ വെച്ച് കിട്ടിയിട്ടുണ്ട്. അറിവിനെ ഇങ്ങനെ മാർക്കറ്റിലെ വിൽപ്പന ചരക്കാക്കുന്ന ചില പ്രവണതകളാണ് നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി അത് സ്വാതന്ത്ര്യമാണ്, പൂർണ്ണാധികാരമാണ് എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ ഗവൺമെന്റ് 40% പണം ചെലവഴിക്കുന്ന ഈ ഒരു സംവിധാനത്തിന്, PM ശ്രീ എന്ന് പറയുന്ന ഈ സംവിധാനത്തിന് അധികാരം പൂർണ്ണമായിട്ടുള്ളത് കേന്ദ്രത്തിനാണ്. നമ്മുടെ കേരളത്തിൽ അതിൽ യാതൊരു ഉത്തരവാദിത്വമില്ല. അതിന്റെ ബ്രാൻഡിംഗ് പോലും പൂർണ്ണമായി നിർവഹിക്കുക കേന്ദ്ര ഗവൺമെന്റാണ്. നമ്മുടെ എല്ലാത്തരം ചരിത്രത്തെയും സംസ്കാരത്തെയും തൃണവൽക്കരിച്ചുകൊണ്ട് ഇവിടെ സാങ്കേതിക വിദ്യയുടെ സ്മാർട്ട് ക്ലാസ് റൂമുകളുടെ രൂപപ്പെടുത്തുന്ന ഒരു മാത്സര്യബുദ്ധി, ആ മാത്സര്യബുദ്ധി കൊണ്ട് സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു മനുഷ്യനെയും, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മനുഷ്യനെ രൂപപ്പെടുത്തുന്ന, മനുഷ്യനെ സ്വതന്ത്രമാക്കുന്ന പ്രക്രിയയാണെങ്കിൽ PM ശ്രീ എന്ന് പറയുന്ന ഈ വിദ്യാഭ്യാസ നയം ഒരു മനുഷ്യനെയും ഉൽപ്പാദിപ്പിക്കാൻ പോകുന്നില്ല, ഒരു മനുഷ്യന്റെയും സ്വാതന്ത്ര്യത്തെ സമ്മാനിക്കാൻ പോകുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. കേരളം ഇങ്ങനെ ഒരു പൊതുവിദ്യാഭ്യാസ യജ്ഞം രൂപപ്പെടുത്തിയത് അയ്യങ്കാളിയുടെയും അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു സാംസ്കാരികമായ ഒരു വിദ്യാഭ്യാസ വിപ്ലവം അത് കേരളത്തിൽ രൂപപ്പെടുത്തി കുറെ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കാനല്ല, കുറെ കെട്ടിടങ്ങൾ രൂപപ്പെടുത്താനായിരുന്നില്ല. നമുക്കറിയാം, നമ്മുടെ സമസ്തയുടെ സമുന്നതരായ ഉലമാക്കൾ പോലും കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന്റെ ഭാഗമായിട്ടുണ്ട്. ഈ പുതുപ്പറമ്പിലെ സ്കൂൾ അബ്ദുൽ ബാരി ഉസ്താദിന്റെ നേതൃത്വത്തിൽ രൂപപ്പെടുത്തിയ സ്കൂളാണ്. അക്കാലത്ത് ഒരു സ്കൂൾ സ്ഥാപിക്കാൻ വേണ്ടി, പൊതുവിദ്യാഭ്യാസം കൂടുതൽ പുരോഗതി കൈവരിക്കുന്നതിന് വേണ്ടി അക്കാലത്ത് അബ്ദുൽ ബാരി ഉസ്താദ് പോലും അത്തരം ശ്രമങ്ങൾ നടത്തി. ഒരുപാട് സമസ്തയുടെ ഉലമാക്കൾ, ഉമറാക്കൾ അഹോരാത്രം ഈ വിദ്യാഭ്യാസ യജ്ഞത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതാ ഒരു ഭരണകൂടത്തിന്റെയും ഒരു വ്യക്തിയുടെയും ഔദാര്യമായി ലഭിച്ച ഒന്നല്ല ഈ കെട്ടിടങ്ങൾ. കേരളത്തിലെ ജനകീയമായ മുന്നേറ്റത്തിന്റെ പരിണത ഫലമായി രൂപപ്പെട്ടു വന്ന ഈ ഒരു ബദൽ സംവിധാനത്തെയാണ് കേന്ദ്രീകൃതമായ ഒരു സ്കീം കൊണ്ട് റദ്ദ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ സ്കൂൾ, നമ്മളുടെ ജനങ്ങൾ കൈകോർത്ത് രൂപപ്പെടുത്തിയ സ്കൂൾ, അത് ഇവിടുത്തെ ചില വർഗീയ ഫാസിസ്റ്റുകൾ അജണ്ടകൾക്ക് വിധേയപ്പെടുത്തിക്കൊണ്ട്, അവരുടെ ഇംഗിതങ്ങൾക്ക് വിധേയപ്പെടുന്ന പാഠ്യപദ്ധതി പഠിപ്പിച്ചുകൊണ്ട് ഒരു തലമുറയെ അവരുടെ ചിന്തയും അവരുടെ ബുദ്ധിയും അവരുടെ വ്യവസ്ഥിതിയും എന്താകണമെന്ന്
തീരുമാനിക്കാനുള്ള ഇത്തരം തീരുമാനങ്ങളോടാണ് നമുക്ക് പോരടിക്കാനുള്ളത്. ശക്തമായ പോരാട്ടം നമുക്ക് സാധ്യമാകുന്ന വിധം അതിനെതിരെ പ്രതികരിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രതിഭകൾക്ക് സാധിക്കേണ്ടതുണ്ട്. ആ പ്രതികരണത്തിലേക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും ശ്രദ്ധ കൂടെ ക്ഷണിച്ചുകൊണ്ട് ഇവിടെ വ്യത്യസ്തമായ കഴിവുകൾ അവതരിപ്പിച്ച ആവിഷ്കരിച്ച എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട്, നിങ്ങളുടെ കഴിവുകൾ ഇവിടെ അവസാനിക്കുന്നില്ല. നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ ഏറ്റവും മൂർച്ചപ്പെടുത്തി പ്രയോഗിക്കേണ്ടതുണ്ട്. ഏറ്റവും മൂർച്ചപ്പെടുത്തി ഈ സമൂഹത്തിനും സമുദായത്തിനും ഉപരിക്കുന്ന തലത്തിൽ നിങ്ങളെ പ്രദർശിപ്പിക്കാൻ ഒരിക്കലും നിങ്ങൾ ഈ ശേഷി ഉപയോഗിക്കരുത്. നിങ്ങൾ എടുത്ത ചിത്രങ്ങൾ, നിങ്ങൾ പകർത്തിയ ഓരോ ചലനങ്ങളുടെ ദൃശ്യങ്ങളും അത് നിങ്ങളെ പ്രദർശിപ്പിക്കാനാകരുത്. ഈ സമൂഹത്തിന് വേണ്ടി റബ്ബ് നൽകിയ ഈ കഴിവ്, റബ്ബ് നൽകിയ ഈ ശേഷി ഈ സമൂഹത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പ്രയോഗിക്കണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തി, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മത്സരാർത്ഥികൾക്ക് പുറമെ ഈ വേദിയിലും ഈ സദസ്സിലും ദൃശ്യമാകാത്ത കുറേ മനുഷ്യർ ഇവിടെയുണ്ട്. സാമ്പത്തിക സമാഹരണത്തിലും ഇതിന്റെ സംവിധാനത്തിലുമൊക്കെ നിരന്തരമായി ഊണുമുറക്കവുമില്ലാതെ പ്രവർത്തിച്ച ഒരുപാട് മനുഷ്യരുണ്ട്. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥന മാത്രം അവർക്ക് അഭിവാദ്യങ്ങളായി അറിയിച്ച് ഇവിടുത്തെ വിജയികൾക്കും എല്ലാ പ്രതിഭാത്തം തെളിയിച്ച കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ എല്ലാ സന്തോഷങ്ങളും നേർന്നുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.